ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു faiha'z റെസിപ്പി. അപ്പോൾ ഞാൻ ഇന്നിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു പരിപ്പ് വടയായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 2 കപ്പോളം കടലപ്പരിപ്പ് ഒരു 4 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തി വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ഇച്ചിരി പരിപ്പ് നമുക്ക് മാറ്റി വെക്കാം. ഈ മാറ്റി വെക്കുന്നത് നമ്മൾ പരിപ്പുവടയിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ബാക്കിയുള്ള പരിപ്പ് നന്നായിട്ട് മിക്സിയിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഞാൻ ഈ പരിപ്പ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള സ്പൈസസ് ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു അരമുറി സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു 2 ഉണക്കമുളക്, ചുവന്ന ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു നുള്ള് വലിയ ജീരകം ചേർത്ത് കൊടുക്കണം. ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ അരച്ചെടുത്ത അരപ്പ് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന പരിപ്പിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഞാനിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരച്ചെടുക്കാത്ത പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം അതോ 1/4 ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ എന്നോട് പരിപ്പ് വടക്കുള്ള ബാറ്റർ ഇവിടെ തയ്യാറായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായി വന്നിട്ടുള്ള എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റോളം ഈ പരിപ്പ് വട ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പരിപ്പ് വടയും നമുക്കതുപോലെ തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം. പൊതുവേ ഉള്ളൊരു ഷേപ്പിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരുപാട് കനം കുറച്ച് ഇതിനെ ആക്കിയെടുക്കരുത്. ഇച്ചിരി കട്ടിയോട് കൂടെ വേണം ഈ പരിപ്പ് വട തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി നാടൻ പരിപ്പ് വട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പിയൊക്കെ ആയിട്ടാണ് ഈ പരിപ്പ് വട തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും ഒന്നും മറക്കരുത്. എല്ലാവരും ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ഈ കൊച്ചു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെയുള്ള നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്